ഹായ് ഫ്രണ്ട്സ്, ലാലീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 4 മണി സമയത്ത് ഉണ്ടാക്കി കഴിക്കാവുന്ന ചെറിയൊരു സ്നാക്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. അത് സവാള കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പക്കാവട. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഇതൊരു 3 സവാള അരിഞ്ഞതാണിത്. അതേപോലെ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് മല്ലിയില, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, കുറച്ച് കറിവേപ്പില. ഇത് നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതേപോലെ 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു സ്വല്പം ഇഞ്ചിയും അരിഞ്ഞതാണിത്. അതിന് വേണ്ടിയ മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, അതുപോലെ ഗരം മസാല, മഞ്ഞൾ പൊടി, സ്വല്പം കുരുമുളക് പൊടി. ഇത് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയുള്ളതാണ്. എല്ലാവരുടെയും വീടുകളിൽ ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ വെജിറ്റബിൾ മസാലയാണ്. അത് സ്വല്പം ടേസ്റ്റിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് മെയിനായിട്ട് വേണ്ടിയത് ഇത് നമ്മൾ ചെയ്യുന്നത് കടലപ്പൊടിയാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്യാം. അത് സവാള പ്ലേറ്റിലോട്ട് ഇട്ടു. അതിനുശേഷം പച്ചമുളക്, അതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിന, സ്വല്പം കറിവേപ്പില അരിഞ്ഞതാണ്. എങ്കിലും നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ അത് വലുതായിട്ട് കിടന്നാൽ നമുക്കത് പക്കവട ഉണ്ടാക്കുമ്പോൾ അതൊരു വല്ലാതെ കിടക്കും. അതിന് നമ്മൾ എല്ലാം അരിയണം. അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഇട്ടു. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ മീറ്റ് മസാല. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് വെജിറ്റബിൾ മസാലയാണ്. ഇതിനകത്ത് നമുക്ക് മെയിൻ ഇത് നമ്മൾ ആദ്യം ഒന്ന് ഞെരിടണം. നല്ലപോലെ ഞെരിടണം. ഞെരടി അതിനകത്ത് ആ മസാലയ്ക്ക് നല്ലപോലെ ഇതിനകത്ത് പിടിപ്പിക്കണം. കാരണം സവാള നല്ലപോലെ ഞെരടി അതിനകത്ത് നീര് ഇറക്കി, അതാണ് ഇതിനകത്തെ ടേസ്റ്റ്. കിടക്കുക. ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4-5 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഇതിന് മെയിനായിട്ട് ഇടേണ്ട സാധനം നമ്മൾ ഇട്ടില്ല, ഉപ്പ്. ഓക്കെ, ഇനി നമ്മളത് വീണ്ടും കുഴയ്ക്കുക. ഇത് കുഴയ്ക്കുമ്പോൾ നമ്മളിനി വെള്ളം, സവാളയുടെ വെള്ളം നമ്മൾ ഞെരിടുമ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് നിന്ന് തന്നെ ഇറങ്ങും. അപ്പോൾ ആ വെള്ളം ഉണ്ട് ഓൾറെഡി. എന്നാലും അത് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു. സ്വല്പം കൂടെ കടലപ്പൊടി ഇടേണ്ട ആവശ്യമുണ്ട്. കാരണം ആ സവാളയുടെ മുകളിൽ ഒരു കോട്ടിംഗ് പോലെ നമുക്ക് ആ കടലപ്പൊടി കിടക്കണം. പിന്നെ ഞെരുടും. ഇതിൽ ഒരു സാധനം ഞാൻ ഇടാൻ അങ്ങ് വിട്ടുപോയി. അതായത് ഒരു മുട്ട പൊട്ടി. അത് നല്ല നമ്മൾ ഫ്രൈ ആയി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു മുട്ട ഇട്ട്. ഇതും കൂടി ഇട്ട് നല്ലപോലെ കിടക്കണം. നമുക്ക് ഇതിന്റെ പരുവം എന്ന് പറയുന്നത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ കോരി ഇങ്ങനെ ചീൻചട്ടിയിലിടുമ്പോൾ ഇങ്ങനെ ഒരു തുള്ളിയായിട്ട് വീഴണം. ഗ്യാസ് കത്തിച്ച് നമുക്ക് ചീൻചട്ടി വെക്കാം. ചീൻചട്ടിയിലൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഒഴിച്ച് നല്ലപോലെ തിളക്കട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇടരുത്. സ്വല്പം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഇട്ട് വേണം. ഏറ്റവും ചെറുതായിട്ടിട്ടോ അതായിരിക്കും വൃത്തി. നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ കൊടുക്കല്ലോ, കാരണം പുറം കരിഞ്ഞു പോവും, ഉള്ളിൽ സവാള വരുന്നത്. ചെറിയ തീയിൽ ഇടാവുള്ളൂ. നമ്മൾ വറുത്ത് അതിൻ്റെ മുരിഞ്ഞു വന്നു. ഇത് വറുത്ത് കോരുകയാണ് പാത്രത്തിലേക്ക്. നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ തന്നെ കണ്ണിനൊക്കെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുവാണ്. അടിപൊളിയാണ്. അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്. ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്.